എൻ്റെ പേര് റൂബി രാജൻ. ഞാൻ 2022 ആദ്യമായിട്ട് ഈ കുർബാസന എടുത്ത് വന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. അതിന് തന്ന അനുഗ്രഹത്തിന് എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും 1000 നന്ദി സമർപ്പിക്കുന്ന. ആദ്യമേ ഞാൻ 6 വർഷം ഒരു BSc സ്റ്റാഫായ ഞാൻ 6 വർഷമായിട്ട് ഗ്യാപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഉടമ്പടി ഫസ്റ്റ് ടൈം ഞാൻ ഉടമ്പടി എടുത്തുമ്പോൾ ആദ്യം ഞാൻ പ്രാർത്ഥിച്ചത്, അമ്മേ എനിക്കൊരു ജോലി തരണേ. അതിൻ്റെ കാരണമായി എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ജോലി കിട്ടി. ഒരു മരിയ ഹോസ്പിറ്റൽ എന്നാണ് എൻ്റെ ഹോസ്പിറ്റലിൻ്റെ പേര്. അവിടെ ചെറിയ തുച്ഛമായ ശമ്പളത്തോടായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പം ഒരു 1.5 വർഷമായപ്പോൾ എനിക്ക് ചെറിയൊരു ആഗ്രഹം തോന്നി, വിദേശത്ത് പോയി ജോലി ചെയ്യാനൊരു ചെറിയൊരാഗ്രഹം. അന്നേരം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ, അമ്മേ എനിക്കൊരു MOH ഉള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയാൽ നന്നായിരുന്നു അമ്മേന്ന് ഞാൻ വെറുതെ ഒന്ന് എഴുതി വെച്ചു. എനിക്ക് കിട്ടത്തില്ല, എന്നാലും ചുമ്മാ ഒന്ന് എഴുതി വെച്ചതാണ്. 6 വർഷത്തെ ഗ്യാപ്പുണ്ട്. പിന്നെ ഉള്ളത് 1.5 വർഷമേ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളൂ. അപ്പോൾ ഒരിക്കലും എനിക്ക് കിട്ടത്തില്ല. ഞാൻ ചുമ്മാ ഒന്ന് എഴുതി, അമ്മയുണ്ടല്ലോ, ഉടമ്പടി എടുത്ത മക്കളെ അമ്മ ആരും കൈവിടത്തിലെന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഒറ്റ കാരണം കൊണ്ട് ഞാൻ വെറുതെ ഒന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ എഴുതി വെച്ചു. ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും എഴുതിയില്ല, ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ മാത്രം ഞാൻ എഴുതിയുള്ളൂ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെയിൽ വന്നു, കുവൈറ്റിൽ എന്നൊരു ജോബ് ഓഫർ. കുവൈറ്റ് MOHലേക്ക് ഫ്രീ ആയിട്ട് സ്റ്റാഫിനെ അവിടെ എടുക്കുന്നുണ്ടെന്നാണ് അവിടുത്തെ ഒരു മെയിൽ വന്നു. അതിൻ്റെ നാത്തൂൻ അവിടെയാണ് ജോലി ചെയ്യുന്നത്. ചേച്ചി എനിക്ക് ചുമ്മാ ഒന്ന് ഇട്ടതാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എടി നീ ചുമ്മാ നീ നോക്ക്. ഞാൻ ആ ഒറ്റ വിശ്വാസത്തോടെ ഒന്ന് ഫില്ല് ചെയ്ത് വിട്ടു. ഒട്ടും പ്രതീക്ഷയില്ല കിട്ടുമെന്ന്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടി സമയത്ത് എനിക്ക് രാത്രിയിൽ ഒരു മെയിൽ വന്നിരിക്കുന്നു, നിങ്ങൾക്ക് രാവിലെ നിങ്ങളുടെ ഇൻ്റർവ്യൂ ആണ്, നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്ന്. ഒന്നും അറിയത്തില്ല, ഇത്രയും 6 വർഷത്തെ ഗ്യാപ്പുണ്ട്, എനിക്ക് ഒരു വകയും എനിക്കറിയില്ല. അപ്പോൾ ചേച്ചി എനിക്ക് കുറച്ച് നോട്ട്സൊക്കെ ഇട്ടു തന്നു, നീ ഇത് പഠിക്കാൻ പറഞ്ഞിട്ട്. ഞാനിപ്പം നൈറ്റ് സമയത്ത് കിട്ടിയ സമയത്ത് മൊത്തം ഞാൻ ഇരുന്ന് പഠിച്ചു. കുറച്ച് നേരം മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. രാവിലെ എണ്ണിച്ച് 9 o'clock ഇൻ്റർവ്യൂ. മൊബൈലിനകത്തായിരുന്നു, സൂം ഇൻ്റർവ്യൂ പോലെ എൻ്റെ ഇൻ്റർവ്യൂ നടന്നത്. നന്നായി പഠിച്ചു. പ്രാർത്ഥിച്ചതേ കുറച്ച് നേരം മാത്രം ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. എന്നിട്ട് മാതാവിൻ്റെ രൂപമൊന്നും ഞാൻ കയ്യിൽ കൊണ്ടുപോയില്ല. കാശ് രൂപം എൻ്റെ കയ്യിലുണ്ട്, അത്രയും മാത്രമേ ചെയ്തുള്ളൂ. പക്ഷേ ഒത്തിരി പഠിച്ചിട്ടാണെന്ന് തോന്നും. അവർ ചോദിച്ച ചോദ്യം എനിക്കോ ഞാൻ പറഞ്ഞ ആൻസറോ അവർക്കൊന്നും മനസ്സിലായില്ല. അവരെന്നെ കളിയാക്കി ചിരിച്ച രീതിയിലാണ് തോന്നിയത്. അപ്പോൾ എനിക്ക് അന്നേരം മനസ്സിലായി എൻ്റെ കയ്യിൽ നിന്ന് പോയി, ഇനി നടക്കത്തില്ല. ഞാൻ എന്നിട്ട് വീട്ടിൽ വന്നു. മമ്മിയൊക്കെ ചോദിച്ചു, എടി എങ്ങനെയുണ്ടായിരുന്നു ഇൻ്റർവ്യൂ? ഞാൻ വെറുതെ ഒരു കള്ളത്തരം പറഞ്ഞു, ആ കുഴപ്പമില്ലായിരുന്നു കേട്ടെന്ന് പറഞ്ഞാൽ നന്നായി ഞാൻ മുട്ടുമേ നിന്ന് അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മേ ഇതെനിക്ക് തന്നേ പറ്റത്തുള്ളൂ, എനിക്ക് കുർബാസനത്തിൽ എനിക്ക് നല്ല സാക്ഷ്യമുണ്ട്, ഇതിനു മുമ്പ് അമ്മ എനിക്ക് ഇതിനെ സാക്ഷിയാക്കിയേ പറ്റത്തുള്ളൂ, അമ്മ എനിക്കിത് സാക്ഷ്യം പറയണം, അമ്മേ ഇതിനൊരവസരം അമ്മയ്ക്ക് നടത്തി തരണം. നന്നായി കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉപ്പ് എടുത്തിട്ട് ഞാൻ മൊബൈലിനകത്ത് ഇട്ടു, മെയിലിനകത്ത്. അമ്മേ ഈ മെയിൽ ഞാൻ മൊബൈലിനകത്ത് ഇടുമല്ല, എൻ്റെ അമ്മയെ സാക്ഷിയാക്കിയപ്പോൾ എത്രയോ ഉടമ്പടി സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. ഈ ഉപ്പ് എന്തുമാത്രം ഇങ്ങനെ കുറേ സാക്ഷി ഞാൻ കേൾക്കുന്നവളാണ്. അമ്മ എനിക്കൊരു വിശ്വാസമുണ്ട്, ഈ ഉപ്പ് ഞാൻ ഇടുന്നത് എന്നെ ഈ എക്സാം ഇൻ്റർവ്യൂ ചെയ്തവരുടെ ദേഹത്താണ് ഇടുന്നത്. അവർക്കൊരു എൻ്റെ പേര് കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും തോന്നണമെന്ന് പറഞ്ഞു. കറക്റ്റ് 2 ആഴ്ച കഴിഞ്ഞപ്പം പിന്നെ എനിക്കൊരു മെയിൽ വന്നു, നിങ്ങളുടെ ഒന്നുകൂടെ അറ്റൻഡ് ചെയ്യാൻ പോവാന്ന് ഇൻ്റർവ്യൂ. ഇതാദ്യമായിട്ടാണ് നടക്കുന്നത്. ഇതുവരെ അങ്ങനെ ഒരാൾക്ക് പോലും അങ്ങനെ 2ാമത്തെ പ്രാവശ്യം അവർ കൊടുത്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചേച്ചിയും പറഞ്ഞു, എടി ഇതിൻ്റെ എന്തോ ലക്കുണ്ടെന്ന് തോന്നുന്നു, ഇതുവരെ ആർക്കും അങ്ങനെ അവർ 2ാമത്തെ പ്രാവശ്യം ഇട്ടിട്ടില്ല. ഞാൻ അതും കറക്റ്റ് നൈറ്റ് ഡ്യൂട്ടി സമയത്താണ്. അന്ന് രാത്രി മുഴുവൻ നന്നായി ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് ഒന്നും ഞാൻ പഠിച്ചില്ല. രാത്രി കരുണക്കൊന്ത, ജപമാല, ബൈബിൾ രാത്രി ഞാൻ പഠിച്ചില്ല. നന്നായി ഞാൻ പ്രാർത്ഥിച്ചു. രാവിലെ ഒരു 9 മണിക്കായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. ഞാൻ എന്നിട്ട് രാവിലെ കുളിച്ചിട്ട് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോയി നന്നായി കുളിച്ചൊരുങ്ങി പള്ളിയിൽ പോയി നന്നായി പ്രാർത്ഥിച്ചു, മെഴുകുതിരി കത്തിച്ചു, ജപമാല ചൊല്ലി, അമ്മയുടെ പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലി. കാറിനകത്ത് ഞാൻ ഇരുന്ന് മൊബൈലൊക്കെ എടുത്തു വെച്ചു. എന്നിട്ട് അന്നേരം ഞാൻ മാതാവിൻ്റെ ഉപ്പ്, തേന്, ബൈബിൾ എല്ലാം കൊണ്ടുവച്ചു. മാതാവിൻ്റെ ഫോട്ടോ ഞാൻ ഫോണിൻ്റെ അടുത്ത് വെച്ചു. നന്നായി ഞാൻ 9 മണിക്ക് പറഞ്ഞ ടൈം അവരെന്നോട് പറഞ്ഞു. ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയ സമയം 12:30 വരെ ആയ സമയത്താണ് എൻ്റെ പേര് അവിടെ വന്നത്, അവർ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയം വരെ 8:30 തൊട്ട് 12:30 വരെ ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. സങ്കീർത്തനം മൊത്തം ഞാൻ അവിടെ ഇരുന്ന് വായിച്ചുകൊണ്ടിരുന്നു. അമ്മയുടെ ജപമാലയും കരുണക്കൊന്തി അവിടെ ഇരുന്ന് ഞാൻ കൈ ബുക്കുണ്ടായിട്ടും ഞാൻ പഠിക്കാനേ പോയില്ല. നന്നായി ഞാൻ
പ്രാർത്ഥിച്ചു, അമ്മേ ഇത് എനിക്ക് അമ്മ തന്നെയാണ്, എനിക്ക് അമ്മ നടത്തി തരണേ. ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ അമ്മയുടെ മുഖത്തോട് നോക്കും, അമ്മേ എനിക്ക് സഹായിച്ചു തരണേ. പിന്നെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു. എനിക്കറിയില്ല ഞാൻ ഈ പ്രാവശ്യം ഞാൻ എല്ലാം ക്ലിയറായിട്ട് പറഞ്ഞു. ഓരോ ചോദ്യം ചോദിക്കും, ഞാൻ അമ്മയുടെ മുഖത്തോട് നോക്കും, അമ്മേ ഓർമ്മ തരണേ അമ്മേ. എല്ലാം ഞാൻ ആ ഇൻ്റർവ്യൂ നന്നായിട്ട് അറ്റൻഡ് ചെയ്തു. അവർ പറഞ്ഞെനിക്ക് നല്ല ഇംഗ്ലീഷ് പോയാലും എനിക്ക് നല്ല ക്ലിയറായിട്ട് മനസ്സിലായി. ഞാൻ പറഞ്ഞത് അവർക്ക് മനസ്സിലായി. അവർ ലാസ്റ്റ് ടൈം പറഞ്ഞു, നിങ്ങളുടെ പെർഫോമൻസ് അടിപൊളി, യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് അവർ നിർത്തിയത്. ഞാൻ എന്നിട്ടും ഇതാരോടും ഞാൻ പറഞ്ഞില്ല. പിന്നെ നന്നായി പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വിസ വന്നു. ഇച്ചിരി മെഡിക്കലാവട്ടെ, എനിക്കിച്ചിരി എൻ്റെ HB ഒക്കെ കുറവാണ്. അന്നേരം എൻ്റെ പേരൻസ് മൊത്തം എനിക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ മെഡിക്കൽ സെൻറ്ററിൽ പോയി. സേലിക്ക മെഡിക്കൽ സെൻറ്റർ ആയിരുന്നു എൻ്റെ മെഡിക്കൽ നടത്തിയത്. അവിടെ വെച്ച് കുറേ ആൾക്കാർ അൺഫിറ്റായിട്ട് പോയപ്പോൾ ഞാൻ നന്നായി അവിടെ വെച്ചും പ്രാർത്ഥിച്ചു, അമ്മേ ഇത്രയും നടത്തിയ എൻ്റെ അമ്മ ആരുടെ മുമ്പിൽ എൻ്റെ തല കുനിപ്പിക്കല്ലേ അമ്മേ, നന്നായി ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ അന്നേരം ഞാൻ നോക്കുന്ന അവിടെ കഴുത്തെ മൊത്തം അമ്മയുടെ കൊന്തയുണ്ട്, ഈ അമ്മയുടെ രൂപമുണ്ട്. അപ്പോൾ എനിക്കറിയാം അമ്മയുടെ രൂപം ഉള്ളതുകൊണ്ട് അമ്മ ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഞാൻ എന്തിനാ പേടിക്കുന്നത്? നന്നായി പ്രാർത്ഥിച്ചു. എനിക്ക് മെഡിക്കൽ ഫിറ്റായിട്ട് വന്നു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞിട്ടു വേറൊരു പ്രശ്നം എൻ്റെ അടുത്ത് വന്നു. ജൂലൈ കൊടുത്ത എൻ്റെ സർട്ടിഫിക്കറ്റ് ഇതുവരെ സെപ്റ്റംബർ 25 ആയിട്ടും എനിക്ക് തിരിച്ച് വന്നിട്ടില്ല. എങ്കിൽ മാത്രമേ എൻ്റെ ടിക്കറ്റ് കിട്ടത്തുള്ളൂ. അന്നേരം ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ പേരൻസ് എല്ലാവരും എനിക്ക് വേണ്ടി മുട്ടുമായി പ്രാർത്ഥിച്ചു. അന്നേരം എനിക്ക് തോന്നി, ഉടമ്പടി എടുത്ത് ആരെങ്കിലും വിളിച്ചാൽ എനിക്കിതിനൊരു ഇടയാകും. ഞാൻ ഉടനെ സോണിയ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിനെ വിളിച്ചു. അവൾ ഉടമ്പടി എടുത്തിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഉടനെ അവൾ എനിക്ക് നമ്പർ തന്നു, നീ ഒരാളെ കോണ്ടാക്ട് ചെയ്യ്, അദ്ദേഹം നിന്നെ സഹായിക്കാൻ ഇടയാകുമെന്ന്. ഉടനെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ ചെയ്ത് തന്നോളാമെന്ന് പറഞ്ഞു. അങ്ങനെ സെപ്റ്റംബർ 25 അദ്ദേഹത്തിൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു. കഴിഞ്ഞ ആഴ്ചത്തെ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞായിരുന്നു, നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുണ്ടെങ്കിൽ അമ്മയെ ഏൽപ്പിക്കുക, 7 ദിവസത്തിനകം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. ഞാൻ അത് വെച്ച് കറക്റ്റായിട്ട് പറഞ്ഞു, അമ്മേ 7 ദിവസം ഉണ്ടല്ലോ അമ്മേ, അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഇവിടെയാക്കും. എൻ്റെ വിസ കഴിയാറായി, ഞാൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ഈ അച്ഛൻ്റെ ധ്യാനം എനിക്ക് ഒത്തിരി ഒരു ശക്തി തന്നു. ഞാൻ നന്നായി ദൈവമേ, എനിക്ക് ഉറപ്പായി 7 ദിവസത്തിനുള്ളിൽ എനിക്ക് എന്തെങ്കിലും നടക്കുമെന്ന്. ഞാൻ കറക്റ്റ് തിങ്കളാഴ്ച വൈകിട്ടായപ്പോൾ എൻ്റെ ടിക്കറ്റ് വന്നു കുവൈറ്റ്. ഞാൻ ശനിയാഴ്ചയാണ് പോകുന്നത്, 8:30 എൻ്റെ ഫ്ലൈറ്റ്. പിന്നെ ഇന്നലെ എല്ലാ സർട്ടിഫിക്കറ്റും എനിക്ക് തിരിച്ച് കിട്ടി. ദൈവത്തിന് ഈശോയ്ക്ക് 1000 നന്ദി. ഇതെൻ്റെ മാതാവ് തന്നെയാണ്. ഇത്രയും എൻ്റെ പേരൻസ് മൊത്തം എനിക്ക് വേണ്ടി കുറേ പ്രാർത്ഥിച്ചു. എന്നാലും ഞാൻ പറഞ്ഞു, മമ്മി പപ്പയെ പേടിക്കണ്ട, എൻ്റെ മാതാവ് എന്നെ നടത്തും. ഞാൻ നന്നായി കാരുണ്യപ്രാർത്ഥന ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ ഗവൺമെൻറ് ആശുപത്രി പോകും, അവിടുത്തെ പേഷ്യൻസിനെ കാണും, പത്രം കൊടുക്കും. എന്നെ കൊണ്ട് സാധിക്കുന്ന എല്ലാവരെയും സാധിക്കും. എൻ്റെ ഹസ്ബൻഡ് പള്ളിയിൽ പോകത്തില്ല, അദ്ദേഹം ഒരിക്കലും പള്ളി കയറത്തില്ല. ഞാനന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ട്. അതും എൻ്റെ മാതാവ് മാറ്റി തന്നു. അദ്ദേഹം എന്നെക്കാട്ട് ചിലപ്പോൾ എനിക്ക് ഡ്യൂട്ടി സമയത്തൊന്നും പള്ളിയിൽ പോകാൻ പറ്റത്തില്ല. എൻ്റെ ഹസ്ബൻഡ് ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി. അദ്ദേഹം പള്ളിയുടെ എല്ലാ പ്രവർത്തനത്തിലും ഏർപ്പെടുന്നുണ്ട്. അദ്ദേഹം എൻ്റെ കുടുംബമാരുമായിട്ട് ഒത്തിരി അദ്ദേഹം പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. എൻ്റെ മക്കൾ നന്നായി പ്രാർത്ഥിക്കും. പിന്നെ ഇത്രയും ഗ്യാപ്പായിട്ട് പോലും ഒരു MOH ഒരു MOH എന്ന് പറയാനുള്ള യോഗ്യത എനിക്കില്ല. ഒരു BSc സ്റ്റാഫ് ആണെങ്കിൽ പോലും MOH എന്ന് പറയാനുള്ള യോഗ്യത ഇല്ലെങ്കിലും എൻ്റെ മാതാവ് തന്ന ജോലിയാണ്. എൻ്റെ ഈശോയും മാതാവിനെ അത്രയ്ക്ക് സഹായിച്ചു. ഇനി ഒരു എക്സാം ഉണ്ട്, അവിടെ ചെന്നിട്ട് അതിന് ഇത്രയും നടത്തി എൻ്റെ പൊന്നു മാതാവ് അവിടെ പോയി എന്നെ എക്സാം ജയിപ്പിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം കുവൈറ്റിൽ നിന്ന് വരുമ്പോൾ ഇവിടെ വന്ന് ഇനി ഞാൻ സാക്ഷ്യം പറയും. പൈസ ചിലവ് എനിക്കൊന്നുമില്ല, ഫ്രീ ആയിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അറ്റസ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ, ഒറ്റ പൈസ അല്ലാതെ അവർ തന്നെ ടിക്കറ്റൊക്കെ ഇട്ട് തന്ന് എൻ്റെ മാതാവിന് ഈശോയ്ക്കും എനിക്ക് ഒട്ടും യോഗ്യതയില്ല, എനിക്കറിയാം. അതിന് എൻ്റെ മാതാവ് എന്നെ ഈശോ ഒത്തിരി സഹായിച്ചു. അതിനെ കുർബാസനം എന്ന മാതാവാണ് എന്നെ ഒത്തിരി സഹായിച്ചത്.